എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന കലശോധന മഹജീവിത പാതയതിൽ, മനോവേദന കലശോധന മഹജീവിത പാതയതിൽ മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറുചാരി ഞാൻ ആശ്വസിക്കും. മാറാതേറിടുമ്പോൾ ആത്മനാഥനവൻ മാറുചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി, എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് കുന്നക്കുളത്തെ ഹിന്ദിക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ദൈവം ഒരു ദൗത്യം, ഒരു ഉത്തരവാദിത്തം തന്നപ്പോൾ ഒരു വാടകയ്ക്ക് ഒരു റൂം എടുത്ത് ഞാന് ഹിന്ദിക്കാരെ എന്റെ കൂടെ ആരെങ്കിലും വരുമോ എന്ന് പ്രാർത്ഥിച്ച് ഞാന് പ്രവർത്തനം തുടങ്ങി. അങ്ങനെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞ് ഇനി ഈ കുന്നക്കുളത്തിൽ നിന്ന് ദൈവത്തിന്റെ വേല നമുക്ക് തുടങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു ബൈബിൾ കോളേജിന്റെ ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച, ദൈവവേലയ്ക്ക് വേണ്ടി മുൻകൈ വെച്ച ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ ഒരു എൻകറേജ്മെന്റ് ഒരു വാക്ക് പറയട്ടെ. 7 മാസം വരെ ഹിന്ദിക്കാർ ഒറ്റ ഒരാള് വന്നില്ല എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ. ഒരു ആള് പോലെ എന്റെ കൂടെ പാട്ട് പാടാൻ വന്നില്ല. ഒരാൾ എന്റെ കൂടെ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് വേണ്ടി ദൈവത്തിന് മുട്ടുകുത്താൻ ആരും വന്നില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു,
ചോദിക്കും, അപ്പ ഞാൻ ദൈവത്തോട് എങ്ങനെയൊക്കെ ഞാൻ അപ്പ എന്നെ വിളിക്കാറുണ്ട്. ദൈവത്തോട് ചോദിച്ചു, അപ്പ ഈ നീ പറഞ്ഞിട്ടല്ലേ ഞാൻ കുന്നക്കുളത്തെ ഞാൻ കാല വെച്ചത്, നീ പറഞ്ഞിട്ടല്ലേ ഈ ഇവിടെ ദൈവവേല ചെയ്യാൻ വേണ്ടി നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ പ്രവർത്തനം തുടങ്ങി. ഒറ്റ ഒരു വിശ്വാസി ഇല്ലല്ലോ, ഞാൻ എന്താ ചെയ്യുമെന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വീണ്ടും എന്നോട് ഒരു കാര്യം പറഞ്ഞു. പ്രൈസ് ഹല്ലേലൂയ, ഞാൻ വിളിച്ചവൻ വിശ്വസ്തനാ. പ്രൈസ് ഇന്നേ ഇല്ലെങ്കിൽ നാളെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവൻ വിശ്വസ്തനാണ്, എനിക്ക് ഉത്തമം പോകും. അങ്ങനെ ഞാൻ എന്താ ചെയ്തു, ഒരു ദിവസം ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഒരു ഒറീസക്കാരെങ്കിൽ ആരെങ്കിലും വരട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഗൾഫിലുകളൊക്കെ വടക്കിന്റെ അവിടെ പോകുമ്പോൾ ഒരു മലയാളിനെ കണ്ടുമുട്ടാനൊക്കെ എത്ര ഇൻട്രസ്റ്റ് ആണോ. അങ്ങനെയെങ്കിൽ എവിടെയെങ്കിലും മാർക്കറ്റിലാ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സിറ്റിയിലാ നമുക്കൊരു മലയാളിനെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒറീസക്കാരനെ കാണട്ടെ വളരെ സന്തോഷമായിരിക്കുമ്പോൾ 7 മാസം ഒരു ഒറീസക്കാരും ഇല്ല ഒരു വിശ്വാസി എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നില്ല. അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്താ ചെയ്യാ അപ്പ ഇപ്പൊ എന്താ ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നിന്റെ മുമ്പിൽ ഈ കസാരകൾ ഇരിക്കുന്നില്ലേ, ഈ കസാറൊക്കെ ഒറീസക്കാരനെ വിചാരിച്ച് മുമ്പിൽ ഇരുത്തിക്കോ. ഞാൻ മലയാളമൊക്കെ തൃശ്ശൂർക്കാരുടെ മലയാളത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതൊക്കെ പാട്ട് പാടുന്ന ഒരു മലയാളം ആയതുകൊണ്ട് പ്ലീസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് മീ. ദൈവം പറഞ്ഞു, നിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ കസാറൊക്കെ എന്താ ചെയ്യാ, മുമ്പിലേക്ക് ഇങ്ങനെ ഇരുത്തിക്കോ. അപ്പൊ ഞാൻ കസാറൊക്കെ എണ്ണി 1 2 3 4 5 6 7 കസാറല്ലോ. 7 കസാര എന്താ ചെയ്ത മുന്നിൽ ഇങ്ങനെ ഇരുത്തി, ഇങ്ങനെ പറത്തിയിട്ടു, ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നത് പോലെ. പിന്നെ ഞാൻ ഈ കസാര മുമ്പ് ദൈവം പറഞ്ഞു, ഈ കസാര നോക്കിയിട്ട് പാട്ട് പാടിക്കോ. ഞാൻ അന്ന് ഒരു നല്ല ഒറീസ പാട്ട് പാടി, ജിസു തുമ്പെ മോറോസ ഗൗരവോ മോയോ ഭരോസ ഒരു പാട്ട് പാടി. അപ്പൊ പാട്ട് പാടിയ ശേഷം ഞാൻ എന്താ ചെയ്യും, വീണ്ടും പ്രസംഗിക്കാൻ ദൈവാത്മ പറഞ്ഞു. അപ്പൊ ഈ കസാരൊക്കെ കണ്ടിട്ട് ഞാൻ ഈ കസാര മുകളിൽ കൈ കാണിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിച്ച ശേഷം വീണ്ടും ഞാൻ ദൈവാത്മ പറഞ്ഞു, ഇന്നെന്താ ചെയ്യോ, ഈ കസാര മുകളിൽ ഒരു 10 രൂപ ഇങ്ങനെ വെച്ചോളോ. വെച്ചിട്ട് എന്താ ചെയ്യാ, സ്തോത്ര കാഴ്ച എടുക്കാനുള്ള പരിപാടി ഉണ്ടല്ലോ ഈ ആരാധനക്കിടയിൽ. അങ്ങനെയൊക്കെ പരിപാടി ഞാൻ എന്താ വെച്ചാൽ എന്റെ പോക്കറ്റിൽ ഒരു 10 ഇങ്ങനെ 7 കസാരകൾ വെച്ചിട്ട് ഞാൻ ഒരു പാട്ട് പാടി. പിന്നെ ആ 10 ഞാൻ ഒരു സ്തോത്ര കാഴ്ച ബാഗിൽ ഇങ്ങനെ വെച്ച് വീണ്ടും അവസാനമുള്ള പ്രാർത്ഥന ഈ കസാര മേലെ തൊട്ടിട്ട് ഞാൻ പ്രാർത്ഥന തുടങ്ങി. പിന്നെ ഞാൻ ഈ ജനലക്കൂടെ ഇങ്ങനെ നോക്കാം, അപ്പുറത്തെ ഡാൻസ് ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പൊ ഇവരെ ആരെങ്കിലും എന്നെ കാണുമ്പോൾ ഇവർക്ക് ചിന്ത, ഈ പെന്തിക്കോസ്തുകാർക്ക് പ്രാന്ത, ഒറ്റയ്ക്ക് പാട്ട് പാടും, ഒറ്റയ്ക്ക് ഡാൻസ് കളിക്കും, ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന അവരെന്തെങ്കിലും ചിന്തിക്കുന്ന മെല്ലെ നോക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്. അല്ല, അങ്ങനെ ദൈവമക്കളെ 7 മാസം വരെ കാലിയായിരിക്കുന്ന കസാര ഈ പ്രാന്തൻ പോലെ പ്രസംഗിച്ച് 7 മാസം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാ പ്രൈസ് ഹല്ലേലൂയ ആ വാക്തത്വം എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഈ വാക്തത്വം പറഞ്ഞൊരു ദൈവമല്ലേ, ദൈവത്തിന്റെ വാക്തത്വം ഇങ്ങനെ 7 മാസം കഴിഞ്ഞിട്ട് 2 പേര് അന്വേഷിച്ച് എല്ലാ ഒരു ദിവസം ഞാൻ ഈ ന്യൂ ടെസ്റ്റമെന്റ് കൊടുത്ത ആൾക്കാരാണ്. അവിടെ എന്റെ നമ്പർ ഉണ്ടായിരുന്നു. ഈ നമ്പറിനെ വിളിച്ച് ഇങ്ങനെ ഒരു പ്രാർത്ഥനാലയം ഉണ്ടെന്ന്, ഒറീസയുടെ പ്രാർത്ഥനാലയം ഉണ്ടെന്ന് കേട്ടുള്ളൂ. അതെ, അപ്പോ ഞങ്ങള് വരട്ടെ നമ്മൾ 2 പേര് ഇങ്ങനെ വന്നു. അങ്ങനെ 3 ഫാമിലി അങ്ങനെ കണ്ടിന്യൂസ് വന്ന് 3 ഫാമിലി വന്നപ്പോ ഇവരെ എവിടെ താമസിക്കുന്നുണ്ട്, എവിടെ ഉണ്ടെന്ന് ഇവരെ അന്വേഷിക്കാൻ വേണ്ടി ഞാനും എന്റെ വൈഫും ഇവരെ താമസിക്കുന്ന ഏരിയകളിൽ ഞങ്ങൾ പോയപ്പോ അവിടെ ഒരു സ്ഥലമുണ്ട്. ഇപ്പൊ ഞങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ഇരുമ്പപ്പെട്ടി. ആ സ്ഥലത്താണ് ഇവരെ ആയിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് അത്ര ദൂരത്തേക്ക് വരും, ഞങ്ങൾ അവിടെ വന്നിട്ട് അവിടെ പ്രവർത്തനം തുടങ്ങും. അങ്ങനെയാണ് ഇരുമ്പപ്പെട്ടിയിൽ 2018 ജൂൺ മാസം 18 അങ്ങനെ ഇരുമ്പപ്പെട്ടിയിൽ ഇങ്ങനെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ 7 കസര കാണിച്ച ദൈവം ഒരു ഞായറാഴ്ച 70 വിശ്വാസികളെ കൊണ്ടുവന്ന് ആ 7 കസര ഫീലാക്കിയ ദൈവം ഇന്ന് എനിക്ക് വേണ്ടി ജീവിക്കാൻ എനിക്ക് വളരെ സന്തോഷം. പ്രേസറോ, അപ്പൊ എനിക്ക് മനസ്സിലായി 7 കസര 7 മാസം ഞാൻ അവിടെ കഷ്ടപ്പെട്ടത് ഉത്തരമാണ് ഇവിടെ ദൈവം. അത് ദൈവ കൃപയാൽ ഒരു ചെറിയ ഒരു സഭ, ഒറീസക്കാരുടെ ഒരു ചെറിയ ഒരു കൂട്ടായ്മ ഈ ഇരുമ്പപ്പെട്ടി ഈ ഗ്രാമത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, വിളിച്ച ദൈവം വിശ്വസ്തന. അവൻ ഒരു വാക്ക് പറഞ്ഞിട്ടെങ്കിൽ അത് നിവർത്തിക്കും. പ്രേസോ, ചോദിക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വേണ്ടി വാക്തത്വം പറഞ്ഞ അത് എന്നാ നിവർത്തിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട. കാരണം അവൻ മനുഷ്യനല്ല, അവൻ നമ്മുടെ പോലെ ഒരു മനുഷ്യനല്ല. അവൻ പറഞ്ഞ വാക്കും he will fulfill your. ഹല്ലേലൂയ. അങ്ങനെ
2018 ഇരുമ്പപ്പെട്ടി കുന്നക്കുളം പട്ടണത്തിന്റെ ഒരു 10 കിലോമീറ്റർ അകലെ ഒരു പഞ്ചായത്ത്, ഇരുമ്പപ്പെട്ടിന്റെ പഞ്ചായത്തില് ഒറീസക്കാരൻ മാത്രം ഞങ്ങൾ ചർച്ച വരുന്നു. കാരണം മലയാളികൾക്ക് ഇപ്പോ വേണ്ട, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടു. കാരണം അപ്പാ എനിക്ക് മലയാളികൾ ഇപ്പോ വേണ്ട, എനിക്ക് ഒറീസക്കാർ മാത്രം വേണ്ടി. കാരണം എന്താ മലയാളികൾക്ക് നയിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. പ്രൈസലോ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ ഒറീസ അങ്ങനെ ഇഷ്ടം പോലെ പ്രൈസൽ ഹല്ലേലൂയ ദൈവകൃപയാലും ചെറിയ ഒരു സഭ ആയാലും പ്രൈസലോ ഇരുമ്പപ്പെട്ടി മാത്രമല്ല പെരമ്പാവൂർ പട്ടണത്തിൽ 100 പേര് ഇരിക്കുന്ന ഒരു ചർച്ചും ഈ KSRTC ബസ് സ്റ്റാൻഡ് അടുത്ത ഒരു ചർച്ചും ദൈവം അവിടെ നടത്തുവാൻ അവിടെ ഒരു ദേവദാസനുണ്ട്. പ്രൈസലോ ഒരു ഇരുമ്പപ്പെട്ടി തൃശ്ശൂർ ജില്ലയിലെ കുന്നക്കുളത്തെ ഒരു ഒറീസക്കാരുടെ സഭ ഉണ്ട്. ഞങ്ങളെ സഭയെ ഓർത്തുകൊണ്ട് വിശ്വാസികൾ ഓർത്തുകൊണ്ട് നിങ്ങളെ എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാ ഞാൻ ഹല്ലേലൂയ പ്രൈസലോ ഞാൻ നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യുന്നു. വേറൊരു കാര്യം പറയട്ടെ. പ്രൈസലോ ഇങ്ങനെ എന്നോട് ഒരു വിശ്വാസി ഇങ്ങനെ പറഞ്ഞു, ഒരു മലയാളിയാണ്, കേരളത്തിൽ വിശ്വാസികൾ ഇല്ലാത്ത പാസ്റ്റർ ഞങ്ങൾ വിളിക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. വിളിച്ച ദൈവം വിശ്വസ്തന. ഇടയ്ക്കിടയ്ക്കാൻ പറയാം, വിളിച്ച ദൈവം വിശ്വസ്തന. ഒരു സഹോദരനോട് പറഞ്ഞേ, അതെ ഇവിടെ ഒരു പാസ്റ്ററിനെ തന്നെ വിളിക്കണമെങ്കിലേ കുറച്ച് വിശ്വാസികളെ ഉണ്ടായിരിക്കണം കേട്ടോ. തൃശ്ശൂർ മലയാളത്തിൽ പറഞ്ഞപ്പോ ഈ വാക്ക് കേട്ടപ്പോ ഭയങ്കര വിഷമായി. ഈ വിഷമം ഉള്ളിലേക്ക് കയറുമ്പോൾ കരച്ചില് ഓട്ടോമാറ്റിക് വരും. വിഷമം ഉള്ളിലേക്ക് കയറുമ്പോൾ മുട്ടുകുത്താൻ ഓട്ടോമാറ്റിക് വരും. വിഷമം ഉള്ളിലേക്ക് കയറുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കൈ ദൈവത്തെ സ്തോത്രം പറയാൻ ഓട്ടോമാറ്റിക് ആയിട്ട് കൈ ഉയരും. ഇന്ന് രാത്രികാലം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഹല്ലേലൂയ ആ ഒരു വിഷമത്തോടെ ദൈവസ്ഥനെ കുത്തിയിരുന്നെന്ന് പ്രാർത്ഥിച്ചപ്പാ ഈ വാക്യം ഹല്ലേലൂയ ഇവരുടെ വായ അടക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു മീറ്റിംഗ് നടത്തിയിട്ട് പറഞ്ഞ സഹോദരനെ ഞാൻ ആ മീറ്റിംഗിനെ വിളിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞ വാക്ക് ഓർത്തുണ്ടാവുള്ളൂ. ഞാൻ 2 വർഷത്തിന് മുമ്പേ ഈ ദേവദാസനെ വിശ്വാസം ഇല്ലാത്ത പാസ്റ്ററിനെ ഞങ്ങളെ പാസ്റ്ററിനെ വിളിക്കില്ല എന്ന് ഓർത്തുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു മീറ്റിംഗ് നടത്തിയിട്ട് ആ സഹോദരനെ വിളിച്ച് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യിച്ചു. പ്രൈസ് ദി ലോർഡ് ഇനി രാത്രികാലം ഞാനൊരു കാര്യം ദൈവത്താൽ ഒരു കാര്യമില്ലല്ലോ. പ്രൈസ് അങ്ങനെ ഈ മലയാളം പഠിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ 31 തീയതി ഒരു ആണ്ടാര യോഗം ഒരു എന്താ പറയാ എനിക്ക് മലയാളം ഒരു ഡിസംബർ 31 തീയതി ഒരു 12 മണി വരെ അങ്ങനെ എനിക്ക് ഒരു ദേവദാസൻ ഒരു 10 മിനിറ്റ് എനിക്ക് ഒരു സാക്ഷ്യം പറയാൻ പറഞ്ഞു. എനിക്ക് മലയാളത്തിന് ഒരു ABCD അറിയില്ല. ഈ മലയാളം പറഞ്ഞ എനിക്ക് ചീത്തോനെ കേട്ടതാ, ഭയങ്കര വടക്ക് പറഞ്ഞവാ. അവിടെ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ലാംഗ്വേജ് പറഞ്ഞ മലയാളം എനിക്കിപ്പോ മനസ്സിലായി. ഹിന്ദിയിലോ ഒറിയാലെ പ്രസംഗനത്തെക്കാൾ നല്ല ഗംഭീരമായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള വചനം എന്ന വാക്ക് എന്ന് പറഞ്ഞ മലയാളത്തില ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അങ്ങനെ ഞാന് ഇങ്ങനെ സാക്ഷ്യപരം എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ഏതാ ഭാഷ, കാരണം അതിനു മുമ്പ് എന്റെ വൈഫ് ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട് ഇംഗ്ലീഷ് ടു മലയാളം. ഷി വാസ് ട്രാൻസ്ലേറ്റിംഗ്. പക്ഷെ അവൾക്ക് എന്റെ വൈഫിന് അന്ന് പ്രഗ്നന്റ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഒരു 7-8 മാസത്തെ ഒരു പ്രഗ്നൻസി ആയതുകൊണ്ട് എന്നോട് പറഞ്ഞ് എനിക്ക് നിക്കാൻ വയ്യ, എനിക്ക് പറ്റില്ല എന്ന പദം എനിക്ക് വളരെ വിഷമായി. പിന്നെ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയുന്ന ഒരു സഹോദരൻ ഞാൻ വിളിച്ചു, പ്ലീസ് എന്റെ ഇംഗ്ലീഷ് നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കോ. ആ സഹോദരൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. നന്നായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളാണ്, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്റ്റേജിൽ നിന്ന് ആ പുൽപിറ്റ് നിന്ന് എനിക്ക് ഞാൻ എല്ലാ ദൈവമക്കളോട് പറഞ്ഞു, അടുത്ത വർഷം 31 തീയതി ആവുമ്പോൾ ദൈവം അനുവദിച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ ഞാൻ മലയാളത്തിലെ പ്രസംഗിക്കും, മലയാളത്തിലെ ഞാൻ പാടും, മലയാളത്തിലെ പ്രാർത്ഥിക്കുന്ന ഒരു ചലഞ്ചിങ് ആ സ്റ്റേജിൽ നിന്നിട്ട്. കാരണം ഭാഷ ഉണ്ടാക്കിയ ദൈവമാ, ഭാഷ വിഭജിച്ച ദൈവമാ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഞാൻ ആ ദൈവത്തെ സേവിക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ സ്റ്റേജിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആ സ്റ്റേജിൽ വെല്ലുവിളിച്ചാൻ പറഞ്ഞു, നെക്സ്റ്റ് ഇയർ ദൈവം അനുവദിച്ചാൽ ഈ സ്റ്റേജിൽ ഈ വിശ്വാസികളുടെ മുന്നിൽ ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കും. പിന്നെ തുടങ്ങി മലയാളം എഴുതാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം പറയട്ടെ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ. യാക്കൂബ് ചോദിച്ച പോലെ എനിക്ക് അനുഗ്രഹിച്ചേ പറ്റും. ഇത് ഒരു ചോദ്യം ഉണ്ടെങ്കിൽ പ്രൈസ് നമ്മുടെ പരാജയപ്പെടില്ല. ദൈവമക്കളെ പരാജയപ്പെടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ തുടങ്ങി അന്ന് മുതൽ പഠിക്കാൻ. ആദ്യം പഠിച്ചത് പഴം ആണ്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ.
രണ്ടാമത്തെ വചനം മഴ. ഈ റാ 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 പഠിച്ചാൽ ബാക്കിയൊക്കെ പഠിക്കാനാ എന്റെ വൈഫ് എന്നെ പഠിപ്പിച്ചു. ഈ രണ്ട് വാക്യം പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എളുപ്പമായി. പഴം മഴ, പഴം മഴ. ഇതുവരെ ഒരു പഴം മട ഇങ്ങനെയൊക്കെ പറയും. ഞാൻ അതേ ഈ നാവ് സ്ട്രോങ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് എളുപ്പമായി, എൻകറേജ് വന്നു. ഈ രണ്ട് വാക്ക് പഠിച്ചാൽ മലയാളം സുഖമായിട്ട് സൂപ്പറായിട്ട് പറയുന്ന എനിക്ക് എൻകറേജ് കിട്ടിയപ്പോൾ എഴുതി പഠിച്ചെന്റെ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആദ്യമായിട്ട് എനിക്കൊരു പ്രാർത്ഥിക്കാൻ സമയം തന്നപ്പോൾ എനിക്ക് ഒന്നും അറിയില്ല. ഒറ്റൊരു വാക്ക് മലയാളത്തിലെ സ്തോത്രം. അത് പണ്ട് മുതലേ. കാരണം നമ്മുടെ കേരളത്തിന്റെ ദേവദാസന്മാർ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവരറിയാതെ സ്തോത്രം പറയാം. ഞാൻ ഈ സ്തോത്രം എനിക്കറിയാം. ഒരു ദിവസം മലയാളത്തെ പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരം തന്നപ്പോ ഒന്നുമില്ല, സ്തോത്രം ആമെന്ന് പറഞ്ഞു, മതി. പിന്നെ രണ്ടാമത്തെ അവസരം കിട്ടിയത് പ്രസംഗിക്കാനാ. അതേപോലെ ദാവീദിനെ കുറിച്ച്, ഗലിയാത്തിനെ കുറിച്ച് പ്രസംഗിക്കാൻ. അന്ന് എന്നോട് അവിടുത്തെ ഒരു ദേവദാസൻ പറഞ്ഞു, ഇന്നെ രാഹുൽ പാസ്റ്റർ മലയാളത്തിലെ പ്രസംഗം വേർത്തു. ഞാൻ മലയാളത്തിലെ പ്രസംഗം വേർത്തപ്പോ എന്താ ചെയ്തു? പ്രൈസ് ദി ലോർഡ്. ഈ 5 കല്ല് കൊണ്ടുവന്ന് എന്റെ കയ്യിലേക്ക് തന്നെ ഞാൻ ഈ 5 കല്ല് ദാവീദ് എങ്ങനെ എന്താണോ ഇത് മലയാളത്തിൽ കഷ്ടപ്പെട്ടിട്ട് ഞാൻ 2 വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മെല്ലെ 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 ദൈവത്തെ ആശ്രയിച്ച്, പ്രൈസ് ദി ലോർഡ്, കുറച്ചൊക്കെ മലയാളം നമ്മുടെയൊക്കെ മനസ്സിലാവുന്നത് പോലെ കുറച്ചൊക്കെ മലയാളം സംസാരിക്കുവാൻ ദൈവം. ഞാൻ പറഞ്ഞ ഉദ്ദേശം ഇതാണ്, ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്തന. പ്രൈസ് ദി ഹല്ലേലൂയ. ഇന്നേ ഇല്ലെങ്കിൽ നാളെ, നാളെ ഇല്ലെങ്കിൽ മറ്റന്നാള് അവൻ പറഞ്ഞ വാക്കൊക്കെ ഹി വിൽ ഫുൾഫിൽ. അതെനിക്കൊരു വിശ്വാസമുണ്ട്. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഭാഷ വിഭാജിച്ച് ഒരു ലാംഗ്വേജ് ഉണ്ടാക്കിയ ദൈവത്താണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. ഒരു വാക്ക് പ്രൈസ് ദി ലോർഡ് വചനത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രൈസ് ദി ലോർഡ് പത്രോസാ. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ കുറിച്ച് കുറച്ച് പറഞ്ഞിട്ട്, കാരണം 1 മണിക്കൂർ എനിക്കുണ്ട്. മലയാളത്തിലെ 1 മണിക്കൂറിനെ പറഞ്ഞാൽ എനിക്ക് വേണ്ടി വലിയ സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. മലയാളത്തിലെ 1 മണിക്കൂറിനെ പറഞ്ഞാൽ വലിയ സംഭവമാണ്, വലിയൊരു ടാസ്ക് ആണ് ദൈവം നമ്മുടെ ഷാജി സാർ എനിക്ക് തന്നത്. വലിയൊരു ടാസ്ക്. എനിക്ക് എന്റെ മലയാളം എന്റെ വൈഫും എന്റെ മക്കളും മാത്രം മനസ്സിലാവും, ബാക്കിയുള്ളവർക്ക് മനസ്സിലായി ഇച്ചിരി എളുപ്പമല്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നാൽ പ്രാർത്ഥിച്ച് നമ്മുടെ ദൈവസന്നിധി ഇരിക്കുമ്പോൾ God will speak. ദൈവം നമ്മളോട് സംസാരിക്കും. ഭാഷ അല്ല വിഷയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശബ്ദം അല്ല വിഷയം. ദൈവം നമ്മളോട് സംസാരിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്ക് എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നെ വിശ്വസ്തോടെ അയച്ച ദൈവം, എന്നെ വിശ്വസ്തോടെ എന്റെ കരച്ചില കേട്ട ദൈവം, എന്റെ വിഷമങ്ങളെ കേട്ട ദൈവം, എന്നെ മാനിച്ച ദൈവം, എന്നെ ഉയർത്തിയ ദൈവം, എന്നെ ദൈവ വേലയ്ക്ക് വേണ്ടി സ്ഥിരമാക്കിയ ദൈവം ഇന്ന് രാത്രികാലം നമുക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു തെളിവ് ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം. ഈ പ്രൈസ് ദി ലോർഡ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം നമുക്കൊരു വാക്ക്, പത്രോസിന്റെ പടകിൽ ദൈവം കയറി. ഈ വചനം പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഈ ബൈബിൾ കോളേജിന്റെ കൺവെൻഷൻ ആയതുകൊണ്ട് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ചില ഈ ദൈവം നമ്മളോട് ഒരു ദർശനം, ഒരു വിസം തരുമ്പോൾ യു ഹാവ് ടു ഗോ നോർത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഒരിക്കലും പറയരുതേ ഐ ഡോണ്ട് നോ ലാംഗ്വേജ്, എനിക്ക് അവിടുത്തെ കൾച്ചറും അറിയില്ല. ആ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷ, എനിക്ക് വേണ്ടി അത് ഭയങ്കര ദേശക്കാരുമായിരുന്നു. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ ഇപ്പൊ വെളിച്ചെണ്ണ ഇല്ലാതെ ജീവിതമില്ല. കാരണം പ്രൈസ് ദി ലോർഡ് ഞാൻ പറഞ്ഞ അർത്ഥം ഹല്ലേലൂയ. തേങ്ങ ഈ കൊക്കോനട്ടിനെ പറഞ്ഞ ഭയങ്കര ദേശമായിരുന്നു. പക്ഷെ ആ കൊക്കോനട്ട് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമായി മാറി. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞ, ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്. ദൈവം പറ ഇനി യുപിയിലേക്ക് പോവാ, ബീഹാറിലേക്ക് പോവാ, കന്യാസ്ത്രീകളെ പീഡിപ്പിക്കുന്ന ഛത്തീസ്ഗഡിലേക്ക് പോവാ, നാളെ ചിലപ്പോ ഒറീസക്ക് പോവാന്ന ദൈവത്തിന്റെ വിളി വരുമ്പോൾ എന്റെ പ്രിയ ദേവദാസന്മാരെ, എന്റെ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, വേണ്ട എന്ന് പറയരുത്. കാരണം ദൈവം അയക്കുന്നുണ്ടെങ്കിൽ മുന്നേ ആ പ്രേസം നമുക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ അവൻ വിശ്വസ്തന. അപ്പോൾ നമ്മുടെ പറയരുത് ഐ ഡോണ്ട് നോ ലാംഗ്വേജ്, എനിക്ക് അവിടുത്തെ കൾച്ചറും ഇഷ്ടമില്ല, അവിടുത്തെ ഫുഡും ഇഷ്ടമില്ല, അവിടുത്തെ ലാംഗ്വേജ് എനിക്ക് അറിയില്ല എന്ന് പറയരുത്. കാരണം ദൈവം വിളിക്കുന്നുണ്ടെങ്കിൽ ഹി വിൽ ക്ലിയർ എ വേ. ഈ എന്താ പറയുക, വഴിയൊക്കെ ക്ലിയർ ആക്കും.
വഴി ഉണ്ടാക്കിയ ശേഷമാണ് ദൈവം നമ്മെ വിളിക്കത്തുള്ളൂ. പേശാലെ വഴി നമ്മെ വിളിച്ച ശേഷം വഴി ഉണ്ടാക്കില്ല, വഴി ഉണ്ടാക്കിയ ശേഷം. ഞാൻ ഒരു കാര്യം പറയട്ടെ, സറാപ്പത്ത് വിധവനെ ഉറുക്കിയ ശേഷമാണ് എലിയാവിന്റെ വേണ്ടി കാക്കയും ആ വെള്ളമൊക്കെ നിന്നതാ. അത് നിന്നിട്ട് ശേഷമല്ല ഇത് ഈ പ്രിപ്പയർഡ്. ദൈവം കാക്കയുടെ വരവും നിർത്തിയതിനു മുമ്പേ എലിയാവിനെ വേണ്ടി ഹി പ്രിപ്പയർഡ് ഓൾറെഡി. എലിയാവിന്റെ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്ക. അത് നിന്ന ശേഷമല്ല വെച്ചത്. ഒരു വഴി അടക്കുന്നതിന് മുമ്പേ, ഒരു വഴി തുറക്കുന്നതിന് ശേഷമാണ് മറ്റൊരു വഴി അടക്കുന്നത്. പ്രേസലം. ഇന്ന് രാത്രികാലം എന്ന് പറയട്ടെ. പ്രേസലം. എലിയാവ് കാരണം എന്റെ മലയാളത്തിലെ ഈ വെപ്രാളാകുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ റിപ്പീറ്റ് ഒക്കെ വരും. പ്ലീസ് എന്നെ ക്ഷമിക്കണമേ. പ്രേസലം. ഈ സറാപ്പത്ത് വിധവയെ പ്രിപ്പയർഡ് ആക്കിയ ശേഷം കാക്കയുടെ വരവ് നിന്നു. അതുകൊണ്ടല്ലേ എലിയാവ് ചോദിച്ചില്ലല്ലോ ഇനി എന്താ ചെയ്യാന്. കാരണം ദൈവം മുന്നിൽ പ്രിപ്പയർഡ് ചെയ്യുമ്പോൾ അവിടെ ചോദ്യമില്ല. there is no question. എലിയാവിന്റെ സ്ഥലത്തെ കാരണം എന്റെ ദേവദാസന്മാരെ, എലിയാവിനെ പോലെ നല്ല റെസ്റ്റോറന്റ് ഫുഡ് ലോകത്തിൽ ആരും കഴിച്ചിട്ടില്ല. ആദ്യത്തെ ഫുഡ് ഡെലിവറി കാക്കയാണ് ചെയ്തത്. വചനത്തിൽ നമുക്ക് നോക്കിക്കോ. ആദ്യത്തെ ഫുൾ ഡെലിവറി കമ്പനി ജൊമാറ്റോ ഇല്ല, ഇത് എന്താ പറയാ, സ്വിഗ്ഗി ഇല്ല, ഒന്നുമില്ല. ആദ്യത്തെ ഡെലിവറി ബോയെ കാക്കയാണ്. കാരണം ഈ എലിയാവിന് നല്ല സുഖമുണ്ട്. എന്താ, പാത്രം കടിക്കണ്ട, ഫുഡ് വെക്കണ്ട, ഊതണ്ട, അരി കടിക്കണ്ട, പച്ചക്കറി കടിക്കണ്ട. ഇതല്ലേ അതെ ഏറ്റവും സുഖമുള്ള ഒരു ദിവസമായിരുന്നു എലിയാവിന് വേണ്ടി. കാരണം ടൈംലി വരും, നേരെ വൈകില്ല, ഉപ്പ് കൂടില്ല, മുളക് കൂടില്ല, മഞ്ഞൾ, ഇങ്ങനെ ഒരു വിഷയം. കാരണം ദൈവത്തിൽ നിന്ന് വരുന്ന ഈ ഫുഡിൽ ഒരു കോംപ്ലിക്കേറ്റ് ഇല്ല. ഇങ്ങനെ നല്ല സുഖമായിട്ട് എൻജോയ് ഫുൾ ആയിട്ട് എലിയാവ് ആയിരിക്കുമ്പോ പെട്ടെന്ന് ആ കാക്കയുടെ വരവ് നിന്നു. എലിയാവിന്റെ സ്ഥലത്ത് ഞാനാണെങ്കിൽ ഒരു ചോദ്യം മനസ്സിലൊരു ചോദ്യം. സുഖം ഉണ്ടായിരുന്നു അല്ലേ, ആള് സുഖം, ഒരു പാത്രം കടിക്കണ്ട, തീ കത്തിക്കണ്ട, പച്ചക്കറി വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഒരു കാര്യം ഒരു തമാശ പറയാം. കാരണം ഏറ്റവും ബെസ്റ്റ് ഇപ്പോ നമ്മുടെ സഹോദരിമാരോടെ, നമ്മുടെ വീട്ടിലത്തെ വൈഫിനെ ഇല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാര് പുറത്തിനെ കഴിക്കട്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും അവർക്ക് ഹാപ്പിയാ. ഇനി പുറത്ത് കഴിക്കുന്ന പറഞ്ഞ് നോക്കിയ സാധി സാറേ, അമ്മ പറയാ ഹാപ്പി. കാരണം അവിടെ പാത്രം കടിക്കുന്ന സിസ്റ്റം ഇല്ല, അവിടെ എരു കൂടി മുളക് കൂടി എന്താ കംപ്ലൈന്റ് ഇല്ല. ഈ സിസ്റ്റം അല്ലേ, ഇങ്ങനത്തെ സിസ്റ്റമാറ്റിക്കില് എല്ലാവരും വേണ്ടി ഈ സുഖം നിന്നപ്പോ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവും ഇനി എന്താ ചെയ്യാ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എലിയാവിനെ ചിന്തിക്കുന്നതിന് മുമ്പേ, എലിയാവ് വിചാരിക്കുന്നതിന് മുമ്പേ, എലിയാവ് വിഷമിക്കുന്നത് മുമ്പേ ദൈവം എലിയാവിനെ വേണ്ടി പ്രിപ്പയർഡ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് വേണ്ടി ദൈവം പ്രിപ്പയർഡ് ചെയ്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് വചനത്തിലേക്ക് വരാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം ഏറ്റവും സുപരിചിതമായ ഒരു വചനമാണ്. ഏറ്റവും നമ്മൾ പലപ്പോഴും പ്രസംഗിച്ച വചനമാണ്. അതേ പിന്നെ മലയാളി ദേവദാസന്മാരനെ കേട്ട വചനായില്ലേ. ഇനി ഒറീസക്കാർ പറയുന്ന മലയാളത്തിൽ നമുക്ക് ആ വചനം കൊണ്ടുകൂടി കേൾക്കാം. മലയാളത്തിലെ നീ കേട്ട് നമ്മുടെ പി സി ചേരാൻ സാറിനും പിന്നെ വലിയ വലിയ ദേവദാസന്മാരൊക്കെ കേട്ട് നമ്മുടെ മടുത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരുടെ കേട്ടിട്ട് നമ്മുടെ മാനസാന്തരപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ തട്ടി മുട്ടി ഒറീസക്കാരൻ മലയാളത്തിലെ പറയുന്നത് ദേവദാസൻ പറഞ്ഞിട്ടെങ്കിൽ നമുക്കൊന്ന് മാനസാന്തരപ്പെടാനേ. പ്രൈസ് ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, ഇനി രാത്രികാലം ആ ഒരു വചനം ആരെങ്കിലും മലയാളത്തിൽ വായിച്ചു തന്നാൽ വളരെ ഉപകാരം. എന്റെ കയ്യിൽ ഒറിയ ബൈബിൾ ആയതുകൊണ്ട്. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി
കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. മതി അമ്മ, അങ്ങ് മതി. താങ്ക് യു. മതി മതി മതി. 2 പടക് ഇവിടെ ഉണ്ട്. ഒന്ന് സജി സാറിന്റെ പടകും ഒന്ന് എന്റെ പടക് എന്ന് വിചാരിക്കാം. പക്ഷേ സജി സാറിന്റെ പടകിന്റെ ദൈവം കയറാതെ എന്റെ പടകില് വന്നു. സജി സാറിന്റെ മനസ്സ് എങ്ങനെയായിരിക്കും? ദൈവം എന്നെ മാനിച്ചില്ല, ദൈവം എന്റെ വീട്ടിൽ വന്നില്ല, ദൈവം എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന ഒരു വിഷമം ഉണ്ടാവും. ഇവിടെ 2 പടകുണ്ട്. 2 പടകുണ്ട്. ഈ 2 പടകിൽ ശീമോൻ പത്രോസിന് ഒരു പടകുണ്ട്, വേറെ ഒരു ബോട്ടുണ്ട്. ശീമോൻ പത്രോസിന്റെ പടകിൽ ദൈവം യേശു കർത്താവ് കയറി. മറ്റുള്ളൊരു പടകിൽ അതിന്റെ വിശ്വാസം ചോദിച്ചില്ല, അതിന്റെ എന്താ സുഖവിവരങ്ങൾ ചോദിച്ചില്ല, അതിനെ കുറിച്ച് ഒരു ചോദ്യം പോലെയില്ല. ഇറ്റ് വാസ് 2 ബോട്ടുള്ള. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു എന്റെ ബോട്ട് എന്ന് വിചാരിക്കാം, ഒരു നമ്മുടെ ആരെങ്കിലും ഒരു ബോട്ട് എന്ന് വിചാരിക്കാം. ഒരു ബോട്ടിനെ മൈൻഡ് ചെയ്യാതെ, ഒരു ബോട്ടിനെ ശ്രദ്ധിക്കാതെ, ഒരു ബോട്ടിനെ ഒന്നും ചോദിക്കാതെ ഡയറക്റ്റ് യേശു കർത്താവ് പത്രോസിന്റെ പടകിൽ കയറി. എനിക്ക് പത്രോസിന്റെ പടകിൽ കുറിച്ച് അത്ര പ്രസംഗിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. കാരണം കേട്ട് നമ്മുടെ ആദ്യം മുതൽ നമ്മുടെ ആസാരി ഉപദേശി മുതൽ നമ്മുടെ കേട്ട് വരുന്നതാ. എനിക്ക് ഈ പടകിൽ, ഈ പത്രോസിന്റെ പടകിൽ കുറിച്ച് നമുക്ക് കേൾക്കാൻ എനിക്ക് ഈ യേശു കർത്താവ് ചോദിക്കാത്ത, മൈൻഡ് ചെയ്യാത്ത പടകിനെ കുറിച്ച് എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്തിനറിയാമോ? ഇത് ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എനിക്ക് ഈ വചനം വളരെ ഇഷ്ടമായി. കാരണം പത്രോസിന്റെ പടക് യേശു കർത്താവ് നിറച്ചു, പത്രോസിന്റെ പടക് യേശു കർത്താവ് നിറച്ചു. അതൊക്കെ നമ്മുടെ പണ്ട് മുതൽ കേട്ട് വന്നെ. പക്ഷെ മറ്റൊരു പടകെ കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈ യേശു കർത്താവ് മൈൻഡ് ചെയ്യാത്തൊരു പടകുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് 2 പടകുണ്ടായിരുന്നു. ഈ പടകിൽ സൈമോൻ പത്രോസിന്റെ പടകിൽ യേശു കർത്താവ് കയറി. പിന്നെ സീമോൻ പത്രോസിനോട് യേശു കർത്താവ് പറയാ, കുറച്ചുകൂടി നമുക്ക് ഉള്ളിക്ക് പോവാം, ആഴത്തേക്ക് പോവാം. ഈ ആഴത്തേക്ക് പോകുന്നത് വരെ മൈൻഡ് ചെയ്യാത്ത പടക ആ സ്ഥലത്തനുണ്ട്. സഭ വിട്ടിട്ട് പോയിട്ടില്ല. ഇന്നേ പാസ്റ്റർ ഇല്ലെങ്കിൽ ആരെങ്കിലും നമ്മെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച ആ സഭയില് ഞാൻ മെമ്പർഷിപ്പ് ഇല്ല. ഉള്ള കാര്യമാണ് പറയുന്നത്, എക്സ്പീരിയൻസ് ആയിട്ടാ. പക്ഷെ ഈ പടകിൽ യേശു കർത്താവ് മൈൻഡ് ചെയ്തിട്ടില്ല, എന്നാലും പോയിട്ടില്ല. അവിടെ ഉള്ളത് കൊണ്ടല്ലേ ലാസ്റ്റിൽ ഇങ്ങനെ വിളിക്ക. പത്രോസ് അധ്വാനിച്ച് അനുഗ്രഹം പ്രാപിച്ചു, ഈ പടക് അധ്വാനിക്കാതെ അനുഗ്രഹം പ്രാപിച്ചു. ഒന്നുകൂടി പറയാം. പത്രോസ് വല വീസിട്ട് മീന് പിടിച്ചു, അതായത് ഈ ബോട്ടിലൊക്കെ മീൻ ഫുള്ളായി. ഈ മട്ടുപടക് അവിടെ വെയിറ്റ് ചെയ്തിരിക്കും. എന്താ പറയാ ഒരു പെസൻസ്. അതിന്റെ മലയാളത്തില് അവിടെ എന്താ പറയാ സജി മാസ്റ്റേ, ഈ വെയിറ്റ് ചെയ്തില്ലേ, അതിന് മലയാളത്തിലൊരു വാക്കുണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്നു. കാത്തിരുന്നു. ആമാ, കാത്തിരുന്നു. ഈ കാത്തിരുന്ന ഒരു പടകൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ. കാത്തിരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. അത് 7 മാസമായാലും 8 മാസമായാലും 1 വർഷമായാലും 2 വർഷം, കാത്തിരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ഒരു പടകൻ യേശു കർത്താവ് കയറി ഒരു ആഴത്തേക്ക് പോയി. പത്രോസിന്റെ പടകിൽ ദൈവം മീനിപ്പ് നടത്തും. പിന്നെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ശീമോൻ പത്രോസ് നോട് യേശു കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് പോയി മീനി പിടിക്കാൻ. ശീമോൻ പത്രോസിന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു, അപ്പ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചതാ, ഒരു മീന് പോലെ എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ഒരു കാര്യം ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹമുണ്ട്. അധ്വാനിക്കാതെ
അധ്വാനം വിതൗട്ട് അധ്വാനം ഇല്ലാതെ അനുഗ്രഹം പ്രാപിപ്പാൻ ഇപ്പോഴത്തെ പെന്തിക്കോസ്തുകാർക്ക് വളരെ ഇൻട്രസ്റ്റാ. അധ്വാനിക്കാതെ. ഇവിടെ പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നാലും കിട്ടിയിട്ടില്ല. യേശു കർത്താവിന്റെ വാക്ക് കേട്ടിട്ട് വീണ്ടും വല വീശി അനുഗ്രഹം പ്രാപിച്ചു. പക്ഷേ യേശു കർത്താവ് മൈൻഡ് ചെയ്യാത്തൊരു പടക്, ഒരു ബോട്ട് അവിടെ ഇരിക്കുക. അത് മറക്കരുത്. അത് അവിടെ പോയിട്ടില്ല. സഭ വിട്ട് പോയിട്ടില്ല. ദേവദാസിനെ വിട്ട് പോയിട്ടില്ല. ഗ്രൂപ്പ് വിട്ടിട്ട് പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. സൂം മീറ്റിംഗ് വിട്ടിട്ട് പോയിട്ടില്ല. അവിടെ ഇരിക്കുക. കാരണം എന്തുകൊണ്ടാണ് ഈ കരയിലിരിക്കുന്ന പടക് ഇല്ല കരയിലിരിക്കുന്ന ഈ ബോട്ട് പോവാതെ ഇരുന്നത് അറിയാമോ? ഞാൻ ഒത്തിരി ചിന്തിച്ചപ്പോൾ എന്റെ ഉള്ളിൽ ഒരു വിഷയം, ഒരു പ്രേരണ എങ്ങനെ വന്നേ, എനിക്ക് കിട്ടില്ല കുഴപ്പമില്ല, എന്റെ കൂട്ടുകാർക്കെങ്കിലും അനുഗ്രഹം കിട്ടുന്നതെന്ന് കാണട്ടെ. അങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും കിട്ടും. പക്ഷെ ഇവിടെ കുസുമുകുനയം ഉണ്ടായാലും കാര്യമില്ല. എനിക്ക് എന്നെ കുറിച്ച് യേശു കർത്താവ് ചിന്തിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എന്റെ പടകിൽ യേശു കർത്താവ് കാലു വെച്ചാലും കുഴപ്പമില്ല. എന്നെ സുഖവിവരം ചോദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഈ കരയിൽ നിന്നിട്ട് എന്റെ സ്നേഹിതന്റെ അനുഗ്രഹം കാണാൻ ഞാൻ കൊതിയായിരിക്കുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ. ഈ മനോഭാവം പ്രൈസ് ഹല്ലേലൂയ എല്ലാവർക്കും ഇല്ല. എല്ലാ മീൻ പിടുത്തക്കാർക്കും ഇല്ല. നോക്ക്, യേശു കർത്താവ് പടകിൽ കയറി മത്സ്യം, പത്രോസിന് വലയിലെ മീന് കിട്ടിയപ്പോൾ, ഇത് നമുക്കെല്ലാം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിയില്ല. എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് മിക്കവാറും മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് നമുക്ക് കേട്ടിട്ടുള്ളൂ. പക്ഷെ ഈ മൈൻഡ് ചെയ്യാത്ത പടകിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പത്രോസിന്റെ പടകിൽ മീൻ ഫുള്ളായപ്പോൾ ബൈബിൾ എഴുതിയിട്ടുണ്ട്, അവരെ ഏഴാമത്തെ വാക്കൊന്ന് വായിച്ചേ. മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. നോക്കേ, മറ്റു പടകിൽ, അതായത് രണ്ട് പടകിലുണ്ടല്ലോ. ഒരു പടകിൽ കരയിൽ ഇരിക്കുന്നുണ്ടല്ലോ. ഈ കരയിൽ ഇരിക്കുന്ന പടകിൽ ഉള്ള ഇവരെ വിളിച്ചു. ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, കർത്താവ് യേശു കർത്താവ് എന്നെ മൈൻഡ് ചെയ്തില്ല, എന്റെ സുഖവിവരം ചോദിച്ചില്ല, ഹലോന വിളിച്ചിട്ടില്ല, എങ്ങനെയുണ്ട്, എന്താ വിശ്വാസം എന്ന ചോദിച്ചില്ല എന്ന വിചാരിച്ച് അങ്ങനെ ചിന്തിച്ച് ആ സ്ഥലത്തിന്റെ മാറി വേറെ സഭയ്ക്ക് പോയിരുന്നെങ്കിലാ, വേറെ സ്ഥലത്തേക്ക് പോയായിരുന്നെങ്കിലാ, വേറെ സ്ഥലത്തേക്ക് പോയായിരുന്നെങ്കിലാ, പത്രോസിനെ പടകിൽ മീൻ ഫുള്ളാകുന്നത് വരെ പത്രോസിന് അത്ര വിശ്വാസമില്ല. കാരണം അതുകൊണ്ടല്ലേ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയിട്ടില്ല പറഞ്ഞു. പക്ഷേ കരയിലിരിക്കുന്ന പടകിന് ഒരു വിശ്വാസമുണ്ട്. അയ്യോ, എന്റെ പടകിൽ യേശു കർത്താവ് കയറിയില്ലാലും കുഴപ്പമില്ലല്ലോ, അവന്റെ പടകിൽ കയറിലോ, എന്തെങ്കിലും അവന് കിട്ടും. എനിക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, എന്റെ കൂട്ടാളിയെ കിട്ടിയാൽ മതി, എന്റെ കൂട്ടാളി അനുഭവിച്ച മതി, അതൊന്നും എന്നെ കണ്ണുകൊണ്ട് കാണണം. ഇങ്ങനെ ഒരു സ്വഭാവം ഈ കരയിലിരിക്കുന്ന പടകിലുണ്ട്. സ്തോത്രം. ഇവിടെ എഴുതിയിട്ടുണ്ട്, മറ്റുള്ള പടകിലുള്ള ആൾക്കാർ അവർ വിളിച്ച് എന്താ എഴുതിയിട്ടുണ്ട് കൂടി വായിക്ക. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് രണ്ടും മുങ്ങുവാറാകുവോളം നിറച്ചു. ഒരു പടക് അധ്വാനിച്ച മുങ്ങിയതാ, മറ്റുള്ള പടക് അധ്വാനിക്കാതെ മുങ്ങി. ഇപ്പോഴത്തെ ഹിന്ദിക്കാർക്കോ ഒറീസക്കാർക്കോ മാത്രല്ല, അധ്വാനിക്ക നേടാൻ ഭയങ്കര എളുപ്പാ. അധ്വാനിക്കാതെ ഇപ്പോഴത്തെ തലമുറക്ക് അധ്വാനിക്കാതെ നേടാൻ വളരെ ഇൻട്രസ്റ്റാ. മയക്കുമരുന്നു, കഞ്ചാവ്, ഇതൊക്കെ അധ്വാനിക്കുന്ന പരിപാടി അല്ല, അധ്വാനിക്കുന്ന ജോലി അല്ല ഇത്. ഒന്ന് റിസ്ക് എടുത്താൽ മതി, 2 കിലോ കഞ്ചാവ് ഇട്ടാ മതി, ഇഷ്ടം പോലെ അധ്വാനം വേണ്ട.
2 കിലോ കഞ്ചാവ് വിറ്റാ മതി, വേർക്കണ്ട, വല വീശണ്ട, ഒന്നും ചെയ്യണ്ട. അധ്വാനിക്കാതെ നേടാൻ ഇന്ത്യക്കാർക്ക് മാത്രമല്ല ഒത്തിരി മലയാളീസ്ക്കുണ്ട് അധ്വാനിക്കാതെ, ലോട്ടറി ആയിട്ട് ഇത് ആയിട്ട് കാണും. അധ്വാനിക്കാതെ they are interesting, വേർക്കാതെ അധ്വാനിക്കാതെ പോക്കറ്റിൽ വെക്കാൻ. പക്ഷേ ഒരാൾ അധ്വാനിച്ച് അനുഗ്രഹം പ്രാപിച്ചു. അവന്റെ പേര് പത്രോസ്. വേറെ ഒരു പടക് അധ്വാനിക്കാതെ, പക്ഷെ അധ്വാനിച്ചില്ലെങ്കിലും ഒരു 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 എന്താ പറയാ, ഒരു പേഷ്യൻസ് ഉണ്ട്, ഒരു മനോഭാവം ഉണ്ട്, ഒരു വെയിറ്റിംഗ് ഉണ്ട്. ഒരു എന്താ പറയാ, പേഷ്യൻസ്. എന്താ, ആ സ്ഥലം വിട്ട് പോയിട്ടില്ല. ആ സ്ഥലം വിട്ട് പോയിട്ടില്ല. ഇത് മനോഭാവം കർത്താവ് അറിഞ്ഞു. ഇന്ന് രാത്രികാലം ഞാൻ ഒരു കാര്യം പറയട്ടെ. കാത്തിരിക്കുന്നവർ, കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവര്, കർത്താവിന്റെ അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ he will sure bless. ദൈവം അനുഗ്രഹിക്കും. ഈ വ്യക്തി അല്ലെങ്കിൽ ഈ പടക് കാത്തിരുന്നു. അത് മാത്രമല്ല, വളരെ വളരെ പേഷ്യൻസാ, വളരെ അതെന്താ പറയാ മലയാളത്തിലെ ക്ഷമ. യെസ്, ഓക്കെ, താങ്ക് യു. ക്ഷമ, വളരെ ക്ഷമ ഉണ്ട്. കാരണം പ്രൈസ് ദി ലോർഡ്, എത്ര നേരായി, എത്ര സമയായി അവിടെ നാം മാറിയിട്ടില്ല. എന്റെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആണെങ്കിൽ എന്താ ചെയ്യാ? യേശു കർത്താവ് ഒരു പാസ്റ്റർ എന്നാ വിചാരിക്കുക. പാസ്റ്റർ നമ്മുടെ 2 വീടുണ്ട്. എന്റെ വീടിൽ കയറാതെ മറ്റുള്ള വീടിൽ കയറി ഞാൻ ആദ്യമായിട്ട് വിളിച്ച് ചോദ്യം, എന്തുകൊണ്ടാണ് പാസ്റ്ററെ എന്റെ വീടിൽ കൂടെ പോയി, എന്റെ വഴി കൂടെ പോയി, എന്റെ വീടിൽ കയറാതെ അവരുടെ വീട്ടിൽ പോയി? അവർ കൂടുതൽ സ്വത്രക്കാഴ്ച തരുന്നത് കൊണ്ടാണോ, കൂടുതൽ ദശാംശം തരുന്നത് കൊണ്ടാണോ? ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. കാണും, മൈൻഡ് ചെയ്തില്ലല്ലോ യേശു കർത്താവ്, മൈൻഡ് ചെയ്തില്ലല്ലോ. പക്ഷേ നിന്നെ ചില സമയത്തെ മൈൻഡ് ചെയ്യാത്ത ഒട്ടൊരു കാണുന്നുണ്ട് കേട്ടാ. ചില സമയത്തെ നമ്മെ മൈൻഡ് ചെയ്യാത്ത, ചില സമയത്ത് നമ്മളോട് മൈൻഡ് ചെയ്യാത്തത് ഒട്ടൊരു കാണുമുണ്ട്. യു ആർ ഗോയിങ് ടു ബി ബ്ലെസ്ഡ്. നമ്മുടെ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. ഇത്ര ദിവസമായില്ലേ നമ്മുടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ ആരും കേൾക്കുന്നില്ല, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, ദൈവദാസൻ പോലും ശ്രദ്ധിക്കുന്നില്ല, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. ഒരു കാര്യപ്പത്തെ ഈ ഇത് മനോ എന്താ വെയിറ്റ് ചെയ്താൽ ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഇവിടെ എഴുതിയിട്ടുണ്ട്, പത്രോസിലെ പടകം ഫുള്ളായ ശേഷം മറ്റുള്ള പടകൾ ഇവിടെ വിളിച്ചു എന്ന് എഴുതിയിട്ടില്ല. എന്റെ ഒറിയ ബൈബിളില് മലയാളത്തിൽ വിളിച്ചു എന്ന് എഴുതിയോ? അങ്ങനെ എഴുതിയിട്ടുണ്ട്. 7-ാമത്തെ വാക്യം മാടി വിളിച്ചു. അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ, അതായത് ഇങ്ങനെയല്ലേ, ഒരു സിംബോൾ കൊടുത്തു അല്ലെ പാസ്റ്ററെ? ഇങ്ങനെ ഒരു സിംബോൾ കൊടുത്തു. ഈ സിംബോൾ കേൾക്കാൻ അവിടെ കണ്ണുണ്ടായിരിക്കണം. അവിടെ കണ്ണ് കാണും. ശബ്ദമാണെങ്കിൽ കേൾക്കുമല്ലോ. ഈ സിംബോൾ കാണണമെങ്കിൽ അവിടെ കണ്ണ് മറ്റു കരയിലിരിക്കുന്ന പടകിന്റെ ഉടമസ്ഥൻ, യജമാന്റെ കണ്ണ് ഈ പടകിലുള്ള പത്രോസിലെ അല്ലെങ്കിൽ പടകിലുള്ള വ്യക്തികൾ മേൽ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടല്ലേ ബൈബിളിൽ ഇങ്ങനെ സിംബോൾ ചെയ്തു. സിംബോൾ കൊടുത്തപ്പോൾ ആ പടക് വന്ന് ആ പടകിൽ ദൈവം നിറച്ചു. രാത്രികാലം വചനത്തിൽ ഒരു കാര്യം പറയട്ടെ. മൈൻഡ് ചെയ്യാത്ത പടകിലെ ദൈവം മാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ ദൈവം മാനിക്കും. സ്തോത്രം. മാനിക്കാത്ത പടക് അധ്വാനിക്കാതെ അനുഗ്രഹം പ്രാപിച്ചു. അവസാനം ആ പടകിന് ദൈവം അനുഗ്രഹിച്ചു, ആ പടകിന് ദൈവം നിറച്ചു. അങ്ങനെ ആണെങ്കിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ക്ഷമത്തോടെ വർഷങ്ങളായി ഒരു പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന, മാസങ്ങളായി, വർഷങ്ങളായി, ദിവസങ്ങളായി ഒരു മറുപടിക്ക് വേണ്ടി, ഒരു ആൻസറിന് വേണ്ടി മുട്ടുകുത്തി കരയുന്ന അമ്മമാരും, മുട്ടുകുത്തി കരയുന്ന ദേവദാസന്മാരെ, മുട്ടുകുത്തി കരയുന്ന ദൈവ മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വിളി, ദൈവത്തിന്റെ
പ്രവൃത്തി ഒരു ദിവസം നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്ന എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, എനിക്ക് പൂർണ്ണ ബോധമുണ്ട്. അതുകൊണ്ട് ആ പ്രൈസ് ഹല്ലേലൂയ ആ സ്ഥലം വിട്ടു പോയിട്ടില്ല, ആ പ്രൈസ് മാറി പോയിട്ടില്ല, ആ സ്ഥലം വിട്ടിട്ട് അവൻ പോയിട്ടില്ല. കാരണം അവന്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, എനിക്ക് അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ നോ പ്രോബ്ലം, എന്റെ കൂട്ടാളി, എന്റെ കൂട്ടു വിശ്വാസി, എന്റെ കൂട്ടു സഹോദരൻ, എന്റെ കൂട്ടു സഹോദര, എന്റെ കൂട്ടു പാസ്റ്റർ, എന്റെ കൂട്ടു വേലക്കാരൻ അനുഗ്രഹം കിട്ടുന്നത് എനിക്കൊന്ന് കാണണമെന്ന കൊതിവുള്ള ദൈവമക്കളെ ഓർത്താൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നിന്റെ കൂട്ടു വേലക്കാരനെ അനുഗ്രഹിച്ചതുപോലെ, നിന്റെ കൂട്ടു വിശ്വാസിനെ അനുഗ്രഹിച്ച പോലെ, നിന്റെ കൂട്ടു സഹോദരനെ അനുഗ്രഹിച്ചതുപോലെ, നിന്റെ കൂട്ടു സഹോദരിയെ അനുഗ്രഹിച്ച പോലെ എന്നെ അനുഗ്രഹിക്കുവാൻ ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ഗോഡ്. അവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ, സ്തോത്രം, വിശ്വസ്തനാണ്. അങ്ങനെ 2 പടക് ഫുള്ളായി, ദൈവം അനുഗ്രഹിച്ചു. രാത്രികാലം എന്റെ പടകിൽ ദൈവം വന്നിട്ടുണ്ട്, അവരുടെ പടകിൽ ദൈവം പോയിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഓർത്തോളം സമയം വരുന്നത് ദൈവം നമ്മെ അനുഗ്രഹിച്ച് ഹീസ് ഗോയിങ് ടു ബ്ലെസ്, നമ്മെ സഹായിക്കാൻ, നമ്മെ അനുഗ്രഹിക്കാൻ അവൻ വിശ്വസ്തന. രാത്രികാലം എനിക്കിനി അധികം പോവാൻ എനിക്കൊരു എന്താ പറയാ, there is no limit. അതുകൊണ്ട് ഇത്ര സമയം എനിക്ക് തന്ന ദേവദാസിനോർത്ത്